ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ കയ്യിൽ ഒരു താമരപ്പൂ പിടിച്ചിട്ടുണ്ട് വലത്തേ കയ്യിൽ, ഇടത്തേ കയ്യിൽ പൊന്നോടക്കുഴലും പിടിച്ചിട്ട് പുഞ്ചിരി തൂകി നിൽക്കുന്ന ഒരു പൊന്നുണ്ണികൃഷ്ണനായിട്ടായിരുന്നു കേട്ടോ അലങ്കാരമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. നല്ല കൗതുകം കണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള പുഞ്ചിരിയോട് കൂടിയിട്ടൊക്കെയാണ് ഭഗവാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ താമരപ്പൂവ് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ്. താമരയുടെ അഹങ്കാരമൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ചെളിയിൽ കൊണ്ടുപോയി ഇട്ടെങ്കിൽ കൂടെ ഒരിക്കലും കൈ വിട്ടില്ല. നമ്മുടെ ഭഗവാൻ എങ്ങനെയാണ്, നമുക്ക് ചെറിയ അഹങ്കാരങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭഗവാൻ മാറ്റിത്തരും പല വഴികളിലൂടെ. പക്ഷെ ഒരിക്കലും നമ്മളെ കൈ വിടില്ല ഭഗവാൻ. ഈ താമരപ്പൂവ് ഇങ്ങനെ ഉള്ളം കയ്യിൽ പിടിച്ചതുപോലെ നമ്മളെല്ലാവരെയും കൊണ്ടു നടക്കും. അത്രയും വാത്സല്യ നിധിയായിട്ടുള്ള ഭക്തവത്സരനാണ് നമ്മുടെ കുഞ്ഞു ഗുരുവായൂരപ്പൻ കേട്ടോ. അപ്പോൾ ആ ഒരു കഥയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ വലത്തേ കയ്യിൽ താമരപ്പൂവും ഇടത്തേ കയ്യിൽ പൊന്നോടക്കുഴലും പിടിച്ചിട്ടാണ് നമ്മുടെ പൊന്നുണ്ണി എന്നുള്ള ശ്രീലകത്ത് നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ 3 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം തെച്ചിപ്പൂക്കൾ കൊണ്ടായിരുന്നു, പിന്നെ ഒരെണ്ണം തെച്ചിയും തുളസിയും നന്ദ്യാർവട്ടും 3 നിറങ്ങളുണ്ടായിരുന്നു, പിന്നെ ഒരെണ്ണം താമരയുടെ ഇതൾ കൊണ്ടായിരുന്നു മൂന്നാമത്തെ ഒരു തിരുമുടിമാല. 2 ഉണ്ടമാല ഉണ്ടായിരുന്നു. 2 ഉണ്ടമാലയിലും ഒരേ നിറങ്ങളാണ് കേട്ടോ. ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിൽ തെച്ചി തുളസി താമര ഇതിങ്ങനെ ഇടകലർന്നിട്ടാണ് രണ്ടാമത്തെ ഉണ്ടമാലയിലെ തെച്ചി തുളസി നന്ദ്യാർവട്ടം അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരേപോലത്തെ നിറങ്ങളാണ്. ആ നന്ദ്യാർവട്ടവും താമരയും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള 2 ഉണ്ടമാലകളായിരുന്നു ദേഹത്ത് അണിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ പൊന്നിൻ കിരീടമൊക്കെ ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിലൊരു സ്വർണ്ണ ഗോപി വെച്ചിട്ടുണ്ട്. കാതുകളിലും ഇങ്ങനെ കാതുപൂക്കൾക്ക് പകരമായിട്ട് ഗോപി തിലകം തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നന്നായി പുഞ്ചിരിച്ചു കണ്ടാ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. ഒരു വളയം പോലത്തെ മാലയുണ്ട്, പിന്നെ 2 മാലയുണ്ട്, കഴുത്തിലെ വേറെയും ഒരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 ഗോപി തിലകങ്ങളല്ലേ, നല്ല തിളക്കുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ദൂരെ നിന്ന് നോക്കുന്ന ആ ഒരു സമയത്ത്. പിന്നെ തോൾവളകളുണ്ട്, കൈവളകളുണ്ട്. ഇടത്തേ കൈയിൽ പൊന്നോടക്കുഴൽ പിടിച്ചിട്ട് വലത്തേ കൈയിൽ ഒരു താമരപ്പൂവും കൂടെ ഭഗവാൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. പട്ടുകോണൊക്കെ കൊടുത്തിട്ടുണ്ട്. യേശോദാമ്മ അരയിൽ കിങ്ങിണിയും കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ആ കുഞ്ഞിക്കാലുകളിൽ നല്ല ഭംഗിയിൽ തിളങ്ങുന്ന മിന്നുന്ന സ്വർണ്ണ തളയും കൂടെ അണിഞ്ഞിട്ടാണ് കേട്ടോ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഒരു നല്ല രസമുള്ള ഒരു ഉണ്ണി, നല്ല സുന്ദരനായിട്ടുള്ള ഒരു പൊന്നുണ്ണിക്കുട്ടൻ വന്നിട്ട് ഇങ്ങനെ നിൽക്കുക ശ്രീലകത്ത്. അങ്ങനെയായിരുന്നു അലങ്കാരം ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടോളൂ, നന്നായി തൊഴുത് പ്രാർത്ഥിച്ചോളൂ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഭഗവാന്റെ പ്രിയപ്പെട്ട ആ പൊന്നോടക്കുഴലും താമരയും പോലെ നമ്മളെല്ലാവരെയും ഭഗവാൻ കൈകളിൽ കൊണ്ട് നടക്കട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള അനുഗ്രഹം എല്ലാവർക്കും നൽകട്ടെ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ.